വാർത്തയിലേക്ക്. ഇടുക്കി മൂലമറ്റം ത്രിവേണിയിൽ യുവാവ് മുങ്ങി മരിച്ചുവെന്ന വാർത്ത വരുന്നു. മൂലമറ്റം സ്വദേശി അതുൽ ബൈജുവാണ് മരിച്ചത്. ഒരാളെ രക്ഷപ്പെടുത്തി. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി. ലാൽകൃഷ്ണൻ, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? മറ്റ് വിവരങ്ങൾ? അനുജ, ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മൂലമറ്റത്തെ ത്രിവേണിയിൽ യുവാക്കൾ മുങ്ങി കുളിക്കാൻ വേണ്ടി എത്തിയതാണ്. ഈ സമയത്ത് അതിലൂടെ പുഴയിലൂടെ ഒഴുകിയെത്തിയ ഒരു തേങ്ങ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ യുവാക്കൾ വെള്ളത്തിലേക്ക് ചാടുകയായിരുന്നു എന്നുള്ളതാണ് സാക്ഷികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. ഈ സംഭവം ഒഴുക്ക് കൂടുതലായതുകൊണ്ട് കുട്ടികൾ രണ്ടുപേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. സംഭവം നടന്ന നിമിഷങ്ങൾക്കകം തന്നെ നാട്ടുകാരും അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാസേനയും വിളിച്ചു വരുത്തിയിരുന്നു. അഗ്നിരക്ഷാസേന എത്തിയാണ് നിതീഷ് രാജൻ എന്ന് പറയുന്ന യുവാവിനെ കരക്കെത്തിച്ച് ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. തൊട്ടു പിന്നാലെ അതുലിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചെങ്കിലും അതുലിനെ കണ്ടെത്തിയില്ല. തൊട്ടു പിന്നാലെ ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് അതുലിനെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് അതുലിന് ജീവൻ ഇല്ല എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. അത് 19 വയസ്സാണ് അതുലിന്റെ പ്രായം. ഇവർ രണ്ടുപേരും മൂലമറ്റം സ്വദേശികൾ തന്നെയാണ്. ഈ അധികമായി വെള്ളം ഒഴുകുന്ന സമയത്ത് ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അടക്കം നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് പരിചിതമാണ് എന്ന് തോന്നുന്ന ഒരു പുഴയിലേക്ക് ഇറങ്ങിയതാണ് ഈ ഒരു അപകട കാരണം. അപരിചിതമായ സാഹചര്യങ്ങളാണ് പുഴയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പുഴയിലേക്ക് ഇറങ്ങരുത് എന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകുന്നുണ്ട്. അവിചാരിതമായി സംഭവിച്ചതായിരുന്നു. തേങ്ങ പിടിക്കുന്നതിന് വേണ്ടി യുവാക്കൾ വെള്ളത്തിലേക്ക് ചാടിയതാണ് എന്നാണ് ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. ശരി, മൂലമറ്റം ത്രിവേണിയിലാണ് യുവാവ് മുങ്ങി മരിച്ചുവെന്ന വാർത്ത വരുന്നത്. അതുൽ ബൈജു എന്ന ആളാണ് മരിച്ചത്. ഒരാളെ രക്ഷപ്പെടുത്തി. കുളിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു തേങ്ങ ഒഴുകിപ്പോകുന്നത് കണ്ട് അത് പിടിക്കാനായി പോയപ്പോൾ മരണം സംഭവിക്കുകയായിരുന്നു.